സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു മീറ്റിങ്ങിന് കയറുമ്പോൾ ആണ് അറിയണത് ഇങ്ങനെ എന്തൊക്കെ എന്നെ പറ്റിയിട്ട് പറഞ്ഞെന്നുള്ളത്. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ലീക്ക് ആയതുകൊണ്ട് മൊബൈലിൽ നിരന്തരം ഫോൺ വരുന്നതുകൊണ്ട് സൈലൻ്റ് ആക്കിയിട്ടിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞില്ല. നമ്മൾ വേറൊരു ചെറിയൊരു സ്കൂളിലെ ചെറിയ കുട്ടികളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയതിന് അത് കഴിഞ്ഞിപ്പോൾ ഈ പരിപാടി വന്നു. ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ ഞാനെന്തോ പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും. കല്ലെറിഞ്ഞു കൊന്ന ആളെ ഞാൻ എന്ത് PR വർക്ക്? അങ്ങനെയാണ് നിങ്ങളാണ് എൻ്റെ PR വർക്കിൻ്റെ ആൾക്കാർ. ഞാൻ ചെയ്യാനാ? എൻ്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ്. ഞാനൊരു കാര്യം ചെയ്ത് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് മുകളിൽ ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ കുറ്റങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട്. ആ പ്രശ്നങ്ങളുടെ പിന്നിലാണ് ഞാൻ എന്താക്കുന്നത് സംസാരിക്കുന്നത്. വേറെ PR വർക്കായിട്ട് എനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ഈ അർജുനെ ഉപയോഗപ്പെടുത്തി അതിൽ വ്യൂവേഴ്സ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഗുരുതരമായിട്ട് ആരോപണം. അർജുൻ്റെ ആ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു ഗംഗാവലി ശിരൂരിൽ. ഞാൻ അർജുൻ്റെ ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിനും വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി. ആകെ ഒരു എന്താ പറയുക, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. ഈ 10,000 സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ലൈവ് ഇടും. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. അതാകെ അന്നൊക്കെ എൻ്റെ ചാനലിൽ വളരെ കുറച്ച്, ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം. പിന്നെ എന്താണെന്ന് കഴിഞ്ഞാൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളത്ര ശത്രുക്കൾ വേറെ ആർക്കില്ല. അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഇൻ കേസ് എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ഒരു ധൈര്യത്തിന് വേണ്ടേ? അർജുന്റെ കുടുംബത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തെ എത്തിക്കാമെന്ന പേരിലോ താങ്കൾ ആരുടെയിൽ നിന്നും പണം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പണം ഓഫർ ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരു ഉറുപ്പ്യ ഞാൻ ആരെടുത്തും വാങ്ങി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, ഈശ്വർ മാൽപ്പെ മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈശ്വർ മാൽപ്പെ ഇതായി സമൂഹ മാധ്യമങ്ങളിലൂടെ പബ്ലിസിറ്റിക്ക് ശ്രമിച്ചു, സമാന്തര സംവിധാനമായി പ്രവർത്തിച്ചു. സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ ഇപ്പോൾ ഈശ്വർ മാൽപ്പെ മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പോലീസാണ് കേസ്. ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ അർജുൻ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. എന്നാ പിന്നെ സുഖമായിരുന്നു പോരേനല്ലോ. എടുത്ത് എന്തേ ഒരു നേരം വൈകിയത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ? ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ഫാമിലി ആയിട്ട് ഇപ്പോഴും കാണുള്ളൂ. ആ അമ്മ എൻ്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോൾ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ സ്വന്തം അനിയനാ. അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ എടുത്തു കൊണ്ടു നടന്ന എൻ്റെ അനിയനാണ്. നമ്മളെ ഫാദർ മരണപ്പെട്ടിട്ട് 14 കൊല്ലമായി. നമുക്ക് ആർക്കും വലിയൊരു വയസ്സില്ല. അപ്പോൾ അന്ന് മുതൽ ഞാൻ എൻ്റെ ഈ കുടുംബത്തിൻ്റെ ഭാരം ഉണ്ട്. എൻ്റെ അനിയനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആരും അവരെ കൂടുതൽ സംരക്ഷിച്ചു എന്നുള്ളതല്ല, ഇതാരോ കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ എന്തായാലും പ്രവർത്തിക്കണം. അല്ലാതെ ഞാനിപ്പോ ആർക്ക് എന്തിന് സാമ്പത്തിക ഓഫർ? ഒരാളും പിരിച്ചതായിട്ട് എന്റെ അറിവില്ല. ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. ഞാനിടും. അർജുൻ എന്നുള്ള പേര് മറ്റെന്താ ടാറ്റ, ബിർള അല്ലെങ്കിൽ കൊക്കക്കോല, പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ. എന്റെ ലോറി സാരില്ല, അർജുൻ തന്നെ പേര്. അർജുനെ സഹായിക്കാൻ വേണ്ടി അർജുന് വേണ്ടി താങ്കളുടെ മുൻരംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുന്റെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം. അപ്പൊ അതിന് പറയുന്ന പറയല്ല, ആ കുടുംബം പറയാണ് താങ്കൾ അവരുടെ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. ഇപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഇത് ആരോ ഫോൺ അവിടെ അർജുനെ തിരച്ചു നടക്കുന്ന സമയത്ത് അർജുന്റെ കുടുംബം താങ്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഫോൺ പോലും എടുത്തിട്ടില്ല കുടുംബത്തിന്റെ കളവാ. ഞാൻ ഒരു ഇതൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഓരെല്ലാവരും ഫോൺ എടുത്തിട്ടുണ്ട്. ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കണം. ഇതൊക്കെ എന്താ ഇപ്പം വരുന്നത് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ.
ശക്തമായി കുടുംബരംഗത്ത് വരുന്നത് കാരണം എന്താണ് നിങ്ങൾ കരുതുന്നത്? എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി ജിതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞാൻ വിചാരിക്കുന്നത് ഓർക്കൊരു ഫേമസിന്റെ ആവശ്യമില്ലാതാണ് ഈ വിഷയത്തിൽ. എനിക്കും വേണ്ട ഈ ഫേമസ്. എനിക്കും ഫേമസ് ആവശ്യമില്ല, ഓർക്കും ആവശ്യമില്ല. സത്യത്തിൽ എന്താ അങ്ങനെ പറയുന്നത് ഒരു ഐഡിയ ഇല്ല. മനോഫ്, ഇതിൽ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ റോൾ എന്തായിരുന്നു? അതായത് മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്സസ് ചെയ്യാനുള്ള ഇത് കുടുംബത്തിനുണ്ടായിരുന്നു. അപ്പൊ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ അങ്ങനെ നമ്മൾ കുറച്ച് ഹമ്പിൾ ആയിട്ട് നിൽക്കണം. അങ്ങനെ നേരിട്ടിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റൂല. കുടുംബം അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, അത് ഒരു ആക്ഷൻ കമ്മിറ്റിന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് ഓരോ നമ്മൾ ക്ഷണിച്ച സമയത്ത് അവര് പറഞ്ഞതാണ്. അത് പറയാം. എനിക്കറിയുന്ന കാര്യം പറയാം. നമ്മൾ ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി. ഞാൻ ആക്ഷൻ കമ്മിറ്റിന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ജിതിനോട് ചോദിച്ചു, ആക്ഷൻ കമ്മിറ്റി ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്, കൂടെ ജിതിനും വരണം. അപ്പൊ ജിതിനോട് പറഞ്ഞ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല. ഓൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിനായിട്ട് സംസാരിക്കാൻ വരെ ഇപ്പം കഴിയുന്നതാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കുറച്ച് തിരുവനന്തപുരം വരെ പോയിട്ട് നമ്മളാവശ്യമില്ലേ, നമുക്ക് താന്ന് വണങ്ങിയിട്ട് ഒന്ന് ഇത്തിരി താന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം വരെ പോകുമ്പോൾ അതിൻ്റെതായ റെസ്പെക്ട് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് കിട്ടുമല്ലോ. ഞാൻ പോയി. ഞാൻ ഇനിയിപ്പോൾ എവിടേക്ക് വേണമെങ്കിലും അർജുൻ്റെ വിഷയത്തിൽ വല്ല അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ വന്നാലും ഞാൻ പോകും. ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വേണ്ടാത്ത ഒരു ഹൈപ്പ് തന്നിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഇതിൽ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നില്ല. അറിയില്ല എങ്ങനെ എന്താ. ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യം നടക്കില്ല എന്നുള്ള തരത്തിലൊക്കെ കുടുംബത്തോട് സംസാരിച്ചു? ഇല്ല, ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനടക്കം ബാംഗ്ലൂർ പോയതായിരുന്നു. പക്ഷെ ഇന്ന അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ മുഖ്യമന്ത്രി. പക്ഷെ ഞാൻ അതിനും വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് കർണാടകയിൽ അത്യാവശ്യം പിടിപാടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ വന്നിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട. ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, എനിക്ക് കേസിന്റെ കാര്യങ്ങൾ നോക്കാണ്ടായിരുന്നു. ഞാൻ അവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചിട്ടില്ലേനും. പക്ഷെ എനിക്ക് അതിലൊന്നും പരാതിയില്ല. ഞാൻ ഇതിനൊന്നും എസ്പിയും അവിടെ നിന്ന് ആവശ്യപ്പെട്ടു മനാഫിനെതിരെ പരാതി നൽകണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടു. അത്തരത്തിൽ അവിടെ പെരുമാറുന്ന തരത്തിലുള്ള എന്താണ് ഉണ്ടായത്? അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് തന്നെയല്ലേ ഇത് ഇവിടെ വരെ എത്തിയത്. ആ പരാതി അവർക്ക് കൊടുക്കാമായിരുന്നു, ഇനിയും കൊടുത്തോട്ടെ. ബാക്കിയൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ പഴയ കാര്യമായതുകൊണ്ട് പറയാണ്. നമ്മൾ എന്തിനും തയ്യാറാണ്. ഞാൻ പറഞ്ഞ ആരോ ഓരോ തെറ്റിദ്ധരിപ്പിച്ച അത് നിസാർ നമ്മളെ ഫാമിലിയാണ്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സംസാരിച്ചു തരും. എനിക്ക് ആ സമയത്ത് അതൊരു 10 ദിവസം മുമ്പേ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നി. കാരണം ഇതിന്റെ കാര്യങ്ങൾ അതിലൂടെ പറയണമെന്ന് തോന്നി. ഈശ്വർ മാൽപ്പയുടെ പ്രതികരണങ്ങളെ കുടുംബം സംശയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഓരോന്നും തള്ളി പറയില്ല. ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ, രഞ്ജിത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ, വന്ന് ഈ വിഷയത്തിൽ സഹകരിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും വിട്ടുപിടിക്കൂല. ഇവരൊക്കെ നമ്മളെ സഹായിച്ച ആൾക്കാരാണ്.